തിരുവല്ല നഗരസഭയിലെ 8ഓളം ജീവനക്കാർക്ക് എക്സ്പ്ലനേഷൻ ചോദിച്ചുകൊണ്ട് അവിടുത്തെ മുനിസിപ്പൽ സെക്രട്ടറി അവർ ജോലി സമയത്ത് റീൽ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നോട്ടീസ് കൊടുത്തൊരു സംഭവം ഉണ്ടായിരുന്നു. അവസാനം മന്ത്രി, അവരുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ മന്ത്രി MP രാജേഷ് ഇടപെട്ട് അത് ക്യാൻസൽ ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഒരു സംഭവം ഉണ്ടായി. ഇത് കേരള സർവീസസ് റൂൾസിൻ്റെ ചട്ടലംഘനമാണോ എന്ന് ചോദിച്ചാൽ ചട്ടലംഘനമാണ്. ശരിക്കും പറഞ്ഞാൽ ജോലി സമയത്ത് അതിൻ്റേതായ ഡെക്കോറം പാലിച്ചില്ല എന്ന് പറയുമ്പോൾ അതൊരു ചട്ടലംഘനം തന്നെയാണ്. പക്ഷേ നമ്മൾ ആധുനിക കാലഘട്ടത്തിൽ നോക്കുമ്പോൾ ഒരു പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ അത് ഒരു പ്രൊഫഷണൽ ആൾക്കാർ തന്നെയാണ്. സർക്കാർ ജീവനക്കാരെന്ന് പറയുമ്പോൾ ഒരു പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ അവന് ഇപ്പോൾ ഒരു റോബ് ഉണ്ടായിരിക്കും. സാധാരണ ഒരു വക്കീലാണെങ്കിൽ, ഒരു ജഡ്ജി ആണെങ്കിൽ അവർക്കെല്ലാം ഒരു കറുത്ത കോട്ട് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആണെങ്കിൽ ഒരു വെളുത്ത കോട്ട് ഉണ്ടായിരിക്കും, ഒരു സയൻറ്റിസ്റ്റ് ആണെങ്കിൽ ഒരു വെളുത്ത കോട്ട് ഉണ്ടാകും. ഈ കോട്ട് അണിയുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഡെക്കോറത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ കോട്ട് ഒരു ജഡ്ജി, ഒരു ട്രോണിലിരിക്കുന്ന ഒരു കോടതിയിലെ ഒരു ജഡ്ജി 3 മണി 2 മണി സമയത്ത് ഒരാളെ തൂക്കിക്കൊല്ലാനായിട്ട് വിധിച്ചു കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ജോലി സമയം കഴിഞ്ഞാൽ റോബ് അഴിച്ചു വെച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ സെൽഫിലേക്ക് അദ്ദേഹം പ്രവേശിക്കുന്നതായിട്ടൊക്കെ, അതായത് ജോലി സ്ഥലത്ത് വരുമ്പോൾ പ്രൊഫഷണൽ സെൽഫ്, അതായത് അത് ആ കോട്ടിടുമ്പോൾ ആ ഒരു ജീവിതചര്യ, അതായത് ഔദ്യോഗിക ജീവിതത്തിന് വേണ്ടി ആ കോട്ടെടുത്ത് അണിയുന്നതായിട്ടും ജോലി സമയം കഴിയുമ്പോൾ ആ കോട്ടടിച്ച് വരുമ്പോൾ പേഴ്സണൽ സെൽഫിലേക്ക്, അതായത് വ്യക്തിപരമായ ജീവിതത്തിലേക്ക് മാറുകയും ചെയ്യും. പേഴ്സണൽ സെൽഫ്, അതായത് വ്യക്തിപരമായ ജീവിതവും ഔദ്യോഗികപരമായ ജീവിതവും കൂട്ടി ചേർക്കരുത്, മിക്സ് ചെയ്യരുത് എന്നൊക്കെ പറയാം. പലപ്പോഴും ഒരു ജോലി സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതേപോലെ അഴിച്ചു പോകുക, ജോലിയുടെ ഭാഗമായിട്ടാണ് ഒരാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചതൊക്കെ എന്ന് വെച്ചിട്ടാണ് ഈ കോട്ടുകളിടുന്നത്. അതിലൊരു ഡോക്ടർ തന്നെയാണ്, അല്ലെങ്കിൽ പേഷ്യൻറ്റിന് വേണ്ടി അർപ്പിക്കുന്നതിന് ഒരു പ്രതീകമായിട്ടാണ് അത്. ഒരു ഡോക്ടറാണെങ്കിലും, ഒരു നഴ്സാണെങ്കിലും, ഒരു ഫാർമസിസ്റ്റ് ആണെങ്കിലും, ഒരു സയൻറ്റിസ്റ്റ് ആണെങ്കിലും ആ വെളുത്ത കോട്ടിടുന്നത്. ആ വെളുത്ത കോട്ട് അണിയുമ്പോൾ അദ്ദേഹം രോഗികൾക്ക് വേണ്ടി കമ്മിറ്റി വിടുന്നു. ഒരു വക്കീലാണെങ്കിൽ ഒരു കറുത്ത കോട്ട് അണിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വരുന്ന ക്ലയൻറ്റിന് വേണ്ടി കമ്മിറ്റ് ചെയ്യപ്പെടുന്നു. അതുപോലെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിൽ ഒരു ജോലി സ്ഥലത്ത് വരുമ്പോൾ അതിന് റോബുകളോ ഒന്നുമില്ലെങ്കിൽ അദ്ദേഹം ഒരു പ്രൊഫഷണൽ തന്നെയാണ്. അദ്ദേഹം ജോലി സ്ഥലത്ത് വരുമ്പോൾ ആ ജോലിയോട് ഉള്ള കമ്മിറ്റ്മെൻ്റ് ആവും. അതുകൊണ്ടാണ് ജോലി സ്ഥലത്ത് കാഷ്വൽ വെയേഴ്സ് പോലും ധരിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. KSRൻ്റെ ചട്ടങ്ങളിൽ പലതും ഇങ്ങനെ വളരെ വിശദമായിട്ട് പലതും പറയുന്നുണ്ട്. അതായത് ഒരു കാഷ്വൽ രീതികളും ഒക്കെ പാടില്ല. ശരിക്കും പറഞ്ഞാൽ ഔദ്യോഗിക രംഗത്ത് സർക്കാരിന് വേണ്ടി ജോലി ചെയ്യുമ്പോൾ സർക്കാരിന് വേണ്ടി പ്രവർത്തിക്കണം. ഇവിടെ ഒരു റീൽ എടുത്തു എന്നുള്ളതാണ് പരാതി. ശരിക്കും പറഞ്ഞാൽ അവരുടെ എക്സ്പ്ലനേഷനിൽ കൊടുത്തപ്പോൾ, മുനിസിപ്പൽ സെക്രട്ടറിക്ക് കൊടുത്ത എക്സ്പ്ലനേഷനിലൊക്കെ അവർ പറയുന്നത് വെച്ചാൽ ഞായറാഴ്ചയാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് കളക്ടറുടെ ഉത്തരവ് പ്രകാരം ഒരു ഞായറാഴ്ചയിൽ അഡീഷണൽ ദിവസം വർക്ക് ചെയ്തത്. പക്ഷേ അഡീഷണൽ ദിവസം വർക്ക് ചെയ്താൽ അതൊരു ഔദ്യോഗിക കൃത്യനിർവഹണം തന്നെയാണ്. ആരുമില്ലാത്ത ഒരു സമയത്ത് ഞങ്ങളൊരു റീൽ എടുത്തു എന്നുള്ളതാണ്. അതിന് അത്ര വലിയ കുറ്റകൃത്യമായിട്ടൊന്നും കാര്യമില്ല. ഒരുപാട് ആൾക്കാർ കൈക്കൂലി വാങ്ങുന്നവരും മറ്റുള്ളവരുമായിട്ടുള്ള ആൾക്കാർ വളരെ നാട്ടിലൂടെ ആൾക്കാരുടെ മുഖത്ത് പോലും നോക്കാതെ, ആൾക്കാരെ റിസീവ് ചെയ്യുന്നതിൽ പോലും വളരെയധികം ഒരു വിമുഖത കാണിച്ചുകൊണ്ട് വളഞ്ഞ വഴികളിലൂടെയൊക്കെ ചെയ്യുന്ന കാലത്ത് ഇവരൊരു ചെറുപ്പക്കാരായ ഒരു 8 ജീവനക്കാർ ഒരു ചെറിയൊരു റീൽ എടുത്തൊന്നും വലിയ കുറ്റകൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. KSR ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഒരു വലിയ കുറ്റകൃത്യമായിട്ടൊന്നും കാണാൻ പാടില്ല. പലപ്പോഴും ഒരുപാട് സ്ട്രെസ്ഫുള്ളായിട്ട് ജോലികൾ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും റിട്ടയർ ചെയ്ത പല ആൾക്കാരുണ്ട്. ക്രൂഷ്യൽ പോസ്റ്റിലിരുന്ന പല ആൾക്കാർക്കും BP-യും രക്തസമ്മർദ്ദമൊക്കെ അധികരിച്ചിട്ട് അവർ ഇറങ്ങി വരും. പല ജോലികളും നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ ഒരുപാട് സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ജോലികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇറങ്ങി വരുമ്പോൾ അതിൻ്റെ കണ്ടിന്യൂസ് റിട്ടയർ ചെയ്താൽ പോലും അവരുടെ ഈ രോഗങ്ങളും അവരുടെ ജീവിതത്തിൽ അവർക്കുണ്ടായ കാര്യങ്ങളൊക്കെ കൊണ്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ ഒരു ജോലി സ്ഥലത്ത് അല്പം കൂടെ റിലാക്സ് ചെയ്താൽ പലപ്പോഴും വിദേശ നാടുകളിലൊക്കെ ചെല്ലുമ്പോൾ ഡ്രൈവർമാരും അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരും ഒക്കെ വളരെ തമാശയോടും റിലാക്സ് ചെയ്തും ചിരിച്ചും വർത്തമാനം പറഞ്ഞും ഡാൻസ് കളിച്ചും ഒക്കെ ജോലി ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. നമുക്ക് എന്തുകൊണ്ട് അത്തരമൊക്കെ എടുത്തുവിടാം. പക്ഷേ വരുന്ന പബ്ലിക്കിൻ്റെ ജോലികൾ മുടക്കാതെ അവർ ഇത്ര റിലാക്സ് ചെയ്ത് ചെയ്യുന്നതിൽ നമുക്ക് KSR ചട്ടങ്ങളിൽ പോലും മാറ്റം വരുത്തിയാലും കുഴപ്പമില്ല എന്നുള്ള അഭിപ്രായക്കാരാണ്. പുതിയ യോഗത്തിൽ കുട്ടികൾ റീലെടുക്കും, അല്ലെങ്കിൽ പല കാര്യങ്ങൾ ചെയ്യും. അവരുടെ ജീവിതത്തെ ആനന്ദകരമാക്കാനുള്ള കാര്യങ്ങളും ചെയ്യണം. ഇവരാരും പാവകളൊന്നുമില്ല. അവർക്കെല്ലാം ജീവിതത്തിൻ്റെ സന്തോഷങ്ങളൊക്കെ ചെയ്യുന്നതിനാണ് നമ്മൾ എന്തിനാണ് ഒരാൾ സന്തോഷിക്കുമ്പോൾ നമ്മൾ അതിനെ എന്തിനാണ് കൂടുതൽ ചട്ടങ്ങൾ കൊണ്ട് അതിനെ മുറുക്കേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ അത് ചെയ്തൊരു വലിയ അപരാധമില്ല. പക്ഷേ പബ്ലിക്കിൻ്റെ പബ്ലിക്ക് വരുമ്പോൾ അവരുടെ കാര്യങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഇത്തരം കാര്യങ്ങൾ, അവരെ മൈൻഡ് ചെയ്യാതിരിക്കുക, അവരെ റിസീവ് ചെയ്യാതിരിക്കുക, അല്ല അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാതിരിക്കുക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് ഒരു ചട്ടലംഘനമാണെന്ന് നമ്മൾ എഴുതി വെക്കണം. ശരിക്കും പറഞ്ഞാൽ ഒരു ജോലി സ്ഥലത്ത് റിലാക്സ് ചെയ്തു, ഒരല്പസമയം സ്ട്രെസ്ഫുൾ ആവാതെ സന്തോഷത്തോടു കൂടിയല്ലേ വരുന്നത്. സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ അതിനെ പിടിക്കാത്ത ആൾക്കാരുണ്ട്. ചട്ടങ്ങളൊക്കെ അങ്ങനെ ആയതുകൊണ്ട് അതിനെ വേണം മുൾമുനയെ നിർത്തിക്കൊണ്ട് വേണം അവരെ സസ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അവർക്ക് എക്സ്പ്ലനേഷൻ ചോദിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. പക്ഷേ ചട്ടങ്ങൾ അങ്ങനെയൊക്കെ കാലം മാറിയതനുസരിച്ച് നമ്മുടെ വർക്ക് എൻവയർമെൻറ്റ് വീട്ടിൽ നിന്ന് തന്നെ ജോലി ചെയ്യാവുന്ന ഒത്തിരി സാഹചര്യങ്ങൾ വരുവാണ്. നെറ്റിൻ്റെയൊക്കെ സാഹചര്യം, റോബോട്ടിക് ടെക്നോളജി, മെഷീൻ ലേണിംഗ് ഒക്കെ വരുമ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ജോലി ചെയ്യാവുന്ന സാഹചര്യങ്ങളാണ് ഈ ഭാവിയിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വർക്ക് എൻവയർമെൻറ്റിൽ വരുമ്പോൾ അല്പം റിലാക്സ് ചെയ്തതിനെ നമുക്കൊരു വലിയ കുറ്റമൊന്നും കാണാൻ പറ്റുകയില്ല. അവർ ആ കുട്ടികൾ അവിടെ റിലാക്സ് ചെയ്തു, വളരെ സന്തോഷമാണ്. അത് ഒരു ഞായറാഴ്ചയാണ്, അവർ എക്സ്ട്രാ വർക്ക് ചെയ്ത സമയമാണ്. അവർ യുവാക്കളല്ലേ, അവർക്കൊരു
അപ്പോൾ മന്ത്രി എടുത്ത ഒരു നടപടി എന്ന് പറഞ്ഞാൽ പുതിയ തലമുറയോടൊപ്പം ചിന്തിക്കുന്ന ഒരു മന്ത്രി ആയതുകൊണ്ടാണ് എം പി രാജേഷ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. വളരെ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യണം. അതിനെ നമ്മുടെ ഗതാഗത മന്ത്രിയായ ഗണേശന് പിന്താങ്ങിയിട്ടുണ്ട്. വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷേ പ്രൊഫഷണൽ ലൈഫ് എന്നുള്ളൊരു സംഭവമാണ്. നമ്മളൊരു ക്ലയൻറ്റ് വരുമ്പോൾ നമ്മൾ അവരുടെ ജീവിതത്തിന് ഒരു ഔദ്യോഗിക കൃത്യനിർവഹണ രംഗത്ത് നമ്മൾ അതിനെ പൂർണ്ണമായിട്ടും അവരുടെ മനസ്സും മറ്റും എല്ലാം അർപ്പിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ ഔദ്യോഗിക ജീവിതത്തിൽ സർക്കാർ ശമ്പളം തരുമ്പോൾ അത് ചെയ്യേണ്ടതായിട്ട് അത്യാവശ്യമാണ്. അതിനകത്ത് വെറും ഇങ്ങനെ ഇത്രയുള്ള ചെറിയ കാര്യങ്ങളുടെ നൂലാമലൊന്നും പിടിക്കുക. അവിടെ ഒരു പബ്ലിക്കിനെ നമ്മൾ കാണുന്നില്ല. വെടിവെപ്പ് ഞായറാഴ്ച ദിവസമാണ് പബ്ലിക്കുകൾ ആരും വരാൻ സാധ്യതയില്ല. ഒരു പബ്ലിക് ജനങ്ങളും വന്നിട്ടുമില്ല. അതിനെ ഞാൻ സർവാത്മനെ അപ്രീഷിയേറ്റ് ചെയ്യണം. അവരുടെ ടെൻഷനൊക്കെ കുറയ്ക്കാൻ വേണ്ടി ഒരു സന്തോഷത്തോടുകൂടി ചിരിച്ച മുഖത്തോടുകൂടി ഇരിക്കുന്ന ഒരു മഹാ അപരാധമായിട്ടൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. എന്തെല്ലാം KSRL കേരള സർവീസസ് റൂൾസിൽ ചട്ടങ്ങൾ പറഞ്ഞാൽ അതിനെയൊക്കെ നമുക്ക് പൊളിച്ചെഴുതേണ്ട സമയം കഴിഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ മറ്റു പബ്ലിക്കിന് തടസ്സമില്ലാത്ത രീതിയിൽ അവരൊന്ന് റിലാക്സ് ചെയ്ത് സന്തോഷിച്ചു. മറ്റുന്നവർക്ക് കാണുന്നവർക്ക് സന്തോഷം. ആ റീൽ കണ്ട് എത്രയോ പേർ സന്തോഷിച്ചു. അത് എത്രയോ പെട്ടെന്ന് വൈറലായി. കാരണം അതൊരു സന്തോഷകരമായ കാര്യമാണ്. അതുകൊണ്ടാണ് അത് വൈറലായത്. സന്തോഷകരമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ്. നമ്മുടെ സർക്കാർ ജീവനക്കാർ കൂടുതൽ ആരോഗ്യത്തോടു കൂടി അവരിൽ ഹാപ്പി ഹോർമോൺസുകളായ ഓക്സിറ്റോസിൻ, സെറാട്ടോണിൻ, എൻഡോർഫിൻ, ഡോപ്പമിൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് അവരിൽ ഉണരുകയാണ് ചെയ്യുന്നത്, സന്തോഷിക്കുക. അതിനെ മുളയിലെ നുള്ളി കെടുത്തി കളയുന്ന രീതിയിലുള്ള ചട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ പൊളിച്ച് എഴുതണമെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ പബ്ലിക്കിന് തടസ്സം ഉണ്ടാവരുത്. ഇതൊരു വലിയ മഹാപരാധമല്ല. എത്രയോ കൈക്കൂലി വാങ്ങുന്നവനും ഫയൽ പിടിച്ചു വെക്കുന്നവനും അല്ലെങ്കിൽ വരുന്നവനെ ദുഷിച്ച് വർത്താനം പറയുന്നവനും അവനെ മൈൻഡ് ചെയ്യാത്തവനും ഒക്കെ ഉള്ള ആൾക്കാർ നാട് വാഴുന്ന ഈ സമയത്ത് ഇതൊരു മഹാപരാധമായിട്ട് നമ്മുടെ അടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും അറിയില്ല, ഇതൊക്കെ മനോഹരമായിട്ടുണ്ട്. അത് കണ്ടതെല്ലാം വളരെ സന്തോഷമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ സന്തോഷകരമായിട്ട് ആൾക്കാർ ജോലി ചെയ്യുന്നതിൻ്റെയൊക്കെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. ടെൻഷൻ പിടിച്ചും BP സർവീസ് ജീവിതത്തിന് ശേഷം BP ഷുഗറും ഒക്കെ ആയിട്ട് പോകാതിരിക്കാനായിട്ട് ഇത്തരം ജീവിതശൈലി രോഗങ്ങളെയൊക്കെ ഒഴിവാക്കാനൊക്കെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ റിലാക്സേഷൻ പ്രക്രിയ ഓഫീസിൻ്റെ മൂലയ്ക്ക് തന്നെ അതൊക്കെ ഒരുക്കി കൊടുക്കേണ്ടതാണ്. സർക്കാരിൻ്റെ ചുമതലയാണ്. പക്ഷെ എന്തായാലും ഇങ്ങനെയൊക്കെ ഒരു സംഭവം കാണിക്കും. ഇതൊരു മഹാപരാധമായ രീതിയിൽ അവരോട് എക്സ്പ്ലനേഷൻ ചോദിക്കുകയൊക്കെ ചെയ്ത് ഇതിനെയൊക്കെ ചെറിയ രീതിയിൽ അങ്ങ് വിടേണ്ട കാര്യമുള്ളൂ. എല്ലാവരും ഇങ്ങനെ കളിച്ചു തുടങ്ങിയാൽ അത് പ്രശ്നമാകും എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ എന്നിരുന്നാൽ പോലും ചെറിയ ചെറിയ റിലാക്സേഷനൊക്കെ ജീവനക്കാർക്ക് ആവശ്യമാണ്. അതിനുള്ള വേദികൾ സർക്കാർ തന്നെ ഒതുക്കിയിട്ടുണ്ട്. ഓരോ ദിവസവും സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ഒത്തിരി ജോലികൾ ചെയ്യുന്നവരാണ്. പലപ്പോഴും അറിയാം, പഞ്ചായത്തുകളിലെയും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളിലെയും കോർപ്പറേഷനിലെ വർക്ക് ഒരുപാട് പബ്ലിക്കുമായിട്ട് ഇടപെടുന്നൊരു വർക്കാണ്. അപ്പോൾ അവർക്ക് സന്തോഷിച്ചുകൂടാ, ചിരിച്ചുകൂടാ, അവർ ജോലി സമയത്താണ് ചെയ്തത്. അങ്ങനെയൊന്നും ആ ചട്ടങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചവരെ പീഡിപ്പിക്കുന്നത് ശരിയല്ല. ഇതൊരു നല്ലൊരു പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പ്രൊഫഷണൽ ജീവിതം എന്ന് പറയുമ്പോൾ നമ്മളൊരു കോട്ടാണ് ചെയ്യുമ്പോൾ അവർക്ക് ഒരു ക്ലൈൻറ്റിന് വേണ്ടി പബ്ലിക്കിന് വേണ്ടി കമ്മിറ്റഡ് ആണ്. ഗവൺമെൻറ് വർക്ക് എന്ന് പറഞ്ഞാൽ ഗോഡ്സ് വർക്കാണ്, ദൈവത്തിൻ്റെ വർക്കായിട്ടാണ് നമ്മളതിനെ കണക്കാക്കുന്നത്. ഒരാൾ പോയ ഗവൺമെൻറ് വർക്ക് ഈസ് ഗോഡ് വർക്ക് എന്ന് നമ്മുടെ ബാംഗ്ലൂർ വിധാനസഭയുടെ മുമ്പിൽ എഴുതിയിട്ടുണ്ട്. ദൈവത്തിന് വേണ്ടിയാണ് ഓരോരുത്തരും ജോലി ചെയ്യുന്നത്. നമ്മൾ നാളെ പോയി കഴിഞ്ഞാൽ നമ്മളതിനകത്തൊരു ക്രൂഷ്യൽ ഇമ്പോർട്ടൻറ്റ് റോളൊന്നുമില്ല. വേറൊരാൾ അതിൻ്റെ നമ്മൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ വേറൊരാൾ അവിടെ സ്ഥലത്ത് വരും. പക്ഷെ വരുമ്പോൾ അവരുടെ എൻവയറമെൻറ്റുകളൊക്കെ സന്തോഷത്തോടുകൂടി പരിപൂർണതയോടുകൂടി ഗവൺമെൻറ് വർക്ക് ദൈവത്തിൻ്റെ വർക്കാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടൊക്കെ ചെയ്യുക. അതിനകത്ത് കൈക്കൂലി ഇങ്ങനെയുള്ള പക്ഷപാതപരമായ പ്രവർത്തനങ്ങൾ ഉയർന്നതിനോട് ഒരു രീതിയിൽ പാവപ്പെട്ടവരുണ്ട്. കീപ് എവരി പേഴ്സൺ ആസ് ഹി കംസ് ഇൻ കോൺടാക്ട് ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ എന്നാണ് പറയുന്നത്. കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയെ വളരെ പ്രാധാന്യമുള്ളവനായി കരുതുക. അതിപ്പോൾ ഒരു സാധാരണക്കാരന് വേണ്ടിയാണ് പബ്ലിക് ഓഫീസുകളോ സർക്കാർ ഓഫീസുകളോ എല്ലാം വർക്ക് ചെയ്യുന്നത്. വളരെ സാധാരണക്കാരന് നീതി കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുക. ഏറ്റവും പാവപ്പെട്ടവനായ ഒരുത്തിനും അവിടെ നീതി കിട്ടുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ റീലുകളൊക്കെ നമുക്ക് ഗൗനിക്കാവുന്നേ ഉള്ളൂ. അവർ സന്തോഷിച്ചോട്ടെ. KSRL എന്ത് തന്നെ എഴുതിയാലും അവരൊന്ന് സന്തോഷിച്ചോട്ടെ എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു അഭിപ്രായം. അവരെ സർവാത്മന അഭിനന്ദിക്കുന്നു. അവരുടെ വർക്ക് എൻവയർമെൻറ്റ് അവർ സന്തോഷകരമാക്കി തീർത്തു. പല ഫോറിൻ കണ്ട് ഞാൻ UK പണ്ട് പോയപ്പോഴും പല ഓഫീസുകളിലും ഇങ്ങനെ നൃത്തം ചെയ്തുകൊണ്ടും കളിച്ചുകൊണ്ടും കിങ്സ്റ്റൺ യൂണിവേഴ്സിറ്റിയിലൊക്കെ ചെയ്തപ്പോൾ അവിടെ പ്രൊഫസർമാരെല്ലാം വളരെ എനർജറ്റിക് ആയിട്ട് ചില സന്തോഷകരമായ ജോക്സുകളൊക്കെ പറഞ്ഞ് ഒന്ന് ആടിയും തിമിർത്തുമൊക്കെയാണ് അവർ ജോലി ചെയ്യുന്നത്. വർക്ക് എൻവയർമെൻറ്റിനെ സന്തോഷകരമാക്കാൻ അവർക്ക് ഫോറിൻ കൺട്രിയിലൊക്കെ ഉള്ളവർക്കറിയാം. അവർ എല്ലാവരും ഈക്വലായിട്ട് തന്നെയാണ്. സാർ വിളിയില്ല, മറ്റു വിളികളൊന്നുമില്ല. ഇറ്റ് ഇസ് ഗുഡ്. ഒരു വർക്ക് എൻവയർമെൻറ്റ് ഉയർന്ന താഴ്ചകളില്ല. അതിലൂടെ എക്സ്പ്ലനേഷൻ ചോദിക്കുന്നത് വളരെ ഗുരുതരമായ കുറ്റങ്ങൾ മാത്രമാണെങ്കിൽ ആണ് എക്സ്പ്ലനേഷനൊക്കെ ചോദിക്കേണ്ടത്. ഇതവരൊന്ന് വർക്ക് എൻവയർമെൻറ്റ് സന്തോഷകരമാക്കി ഇത്ര മഹാപരാധമായിട്ട് കേരളത്തിൽ കരുതേണ്ട കാര്യമൊന്നുമില്ല. അതാണ് യുവതലമുറ എല്ലാം ഇവിടെ നാട് വിട്ടു പോകുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ഇവിടെ നിൽക്കുന്ന യുവതലമുറ ജോലിയൊക്കെ നേടി ഇവിടെ നിന്നവരെ അവരെ പ്രോത്സാഹിപ്പിക്കുക. വർക്ക് എൻവയർമെൻറ്റിൽ ഇനി സന്തോഷത്തിനുള്ള ഉപാധികളൊക്കെ കൊണ്ടുകൊടുക്കുക. യോഗ, ചിരി ക്ലബ്ബുകളൊക്കെ നമ്മൾ ഫോം ചെയ്യേണ്ടതാണ്. അവരൊന്ന് മഹാപരാധം ചെയ്ത രീതിയിലാണ് നമ്മുടെ കേരള സമൂഹം അതിലെ ഒരു ഭാഗം ഇടപെട്ടത്. അത് വളരെ തെറ്റായിപ്പോയി. അത് അവരുടെ വളർത്തുദോഷം, അവരോട് ചോദിച്ചവരുടെ വളർത്തുദോഷം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ KSRL എഴുതി വെച്ചിട്ടുണ്ട് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് ആ രീതിയിലങ്ങ് വിടാം. വളരെ സന്തോഷകരമായിട്ടുള്ള എൻവയർമെൻറ്റുകൾ ഇനിയും വർക്ക് എൻവയർമെൻറ്റിൽ ഉണ്ടാകട്ടെ. എല്ലാവർക്കും ഇത്തരം സന്തോഷിക്കാനുള്ള അവസരങ്ങളെല്ലാം ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതൊരു മഹാപരാധമൊന്നുമില്ല. അവർക്ക് എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു സ്ഥലത്ത് കാണാം. നന്ദി, നമസ്കാരം.